കാര്യം വിട്. പിന്നെ എന്റെ വീട്ടിലാർക്കും സുഖമില്ലാന്ന് പറഞ്ഞിട്ടല്ലോ, എന്തായി? എടാ അതൊന്നുമില്ലടാ, അതൊരു ചെറിയ പനി വന്നതാ. അല്ല നീ കുറച്ച് പൈസേൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാം. എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടാ. എന്താ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ട് ആളെവിടെ? ഇല്ല, എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. അല്ലെന്നേ നിങ്ങളൊരാൾ അവിടെ ഇരുന്ന് അടിക്കുന്ന ഞാൻ കണ്ടതാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നതാ. ഫോൺ വിളിക്കുമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് ഇവിടെ നോക്കി, ഇവനെ ഞാൻ കണ്ടതാ. ഇവനെ തന്നെയാണോ നീ കണ്ടേ? നിങ്ങൾക്ക് ഇയാളെ അറിയോ? എൻ്റെ ഫ്രണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. എൻ്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നത് അവനായിരുന്നു. ആനന്ദ്. അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അമ്മയാണെങ്കിൽ അസുഖബാധിതയും. അവൻ്റെ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടെ അവന് നല്ലൊരു ജോലി കൂടെ ഇല്ലാത്തത് അവനെ വല്ലാതെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഓൺലൈൻ ഫ്രണ്ട് വഴി ഒരു മന്ത്രവാദിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അയാളെ പോയി കണ്ടാൽ നിൻ്റെ എല്ലാ പ്രശ്നം മാറുമെന്ന് ഞാൻ അവന് പറഞ്ഞു മനസ്സിലാക്കി. ആ അവസ്ഥയിൽ അവൻ എന്തു ചെയ്യാനും തയ്യാറായിരുന്നു. കൂടുതലൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ അയാളുടെ അടുത്തേക്ക് പോയി. വിജനമായ കാടിനുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ. അയാൾ പൂജ ആരംഭിച്ചു. അയാൾ ചെയ്യുന്നത് പ്രകൃതി അറിയുന്നത് എനിക്ക് തോന്നി. എന്നുമില്ലാത്ത വിധം പുറത്ത് കാറ്റോടുകൂടി മഴ പെയ്തു. ഇതുപോലുള്ള 7 ദിവസത്തെ പൂജയ്ക്കാണ് അയാൾ നിർദ്ദേശിച്ചത്. 7 ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു. 7ാം നാൾ പൂർണ്ണചന്ദ്രനിൽ ഒരു ബലി കൂടി നൽകാൻ അയാൾ നിർദ്ദേശിച്ചിരുന്നു. അതിനായി കൊണ്ടുവന്ന 2 ആടിനെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് നൽകി പൂർണ്ണചന്ദ്രനിൽ അയാൾ ബലി നൽകി. പൂജ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള 3 മാസം അവൻ്റെ ജീവിതത്തിൽ പല സന്തോഷ നിമിഷങ്ങളുണ്ടായി. നല്ല ജോലി കിട്ടി. അവൻ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. എന്നാൽ ഒന്നും അധിക നാളുണ്ടായിരുന്നില്ല. അവന് അവൻ്റെ ജോലി നഷ്ടമായി. അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാതെയായി. പെട്ടെന്നൊരു ദിവസം ഒരു പനി അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനെടുത്തു. അവൻ വല്ലാതെ മാനസികമായി തളർന്നു. പിന്നീട് അങ്ങോട്ട് അവൻ ഇടയ്ക്കിടെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അവനുണ്ടായ നഷ്ടത്തിന് ഞാനാണ് കാരണമെന്ന് അവൻ എന്നും പറയുമായിരുന്നു. ഒന്നാലോചിച്ചാൽ അവൻ ഈ അവസ്ഥ വരാൻ ഞാൻ തന്നെ കാരണക്കാരൻ. അന്ന് ഞാൻ അവനെ കൊണ്ടാക്കിയപ്പോൾ അയാളെ കുറച്ച് പൈസ തന്നിട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മനസ്സമാനായിട്ട് ഉറങ്ങിയിട്ടില്ല. പൂജ, മന്ത്രം. എടാ എനിക്ക് ഈ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നടന്നായി തോന്നുന്നുണ്ടാണ്, ഒരു ലൂപ്പ് പോലെ. 1 മാസം മുമ്പ് അവനെ കണ്ടത്. പിന്നെ നിങ്ങൾ എങ്ങനെ അവനെ? വരുന്നത് നീയല്ലേ?
എന്തിനാടാ? എന്തിനാ നീ എന്നെ കൊണ്ടുപോയത്? എൻ്റെ എല്ലാം പോയില്ലേ? എന്തായാലും ആ പൂജയും മന്ത്രമൊക്കെ ചെയ്ത പിന്നെ എന്തൊക്കെയോ മാറ്റമുണ്ട്. ട്രേഡിംഗ് ഒക്കെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. അന്ന് അയാളെ ഹോമത്തിൽ പേര് പറഞ്ഞു. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന്? പൂജയും മന്ത്രവും കൊണ്ട് ഞാൻ നേടിയെടുത്തത് അന്ത്യമില്ലാത്ത യാത്രയാണ്, ഒരു മരണമില്ലാത്ത യാത്ര.